ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കോഫീൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. അപ്പോൾ കോഫി എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ഫ്രാപ്പുച്ചിനോൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ക്യാപ്പുച്ചിനോ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊരു ഫ്രാപ്പുച്ചിനോ ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു കോൾഡ് കോഫിയാണ്. ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഈ ഫ്രാപ്പുച്ചിനോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കോഫി ഒന്ന് കലക്കി വെക്കണം. അത് ഞാനിവിടെ നെസ്കഫേൻ്റെ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ തന്നെ എടുക്കുക. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് കലക്കിയിട്ട് എടുക്കുക. അപ്പോൾ ചൂടുവെള്ളത്തിൽ തന്നെ കലക്കുക കേട്ടോ. ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 1/4 കപ്പ് കോഫിയാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/4 കപ്പ് ഉള്ളത് കുറച്ചുകൂടെ കുറക്കുക. അപ്പോൾ ചൂടുള്ള സമയത്തൊക്കെ കുടിക്കാൻ കുറച്ച് ലൂസായിട്ടാണ് നമുക്ക് എപ്പോഴും ദാഹത്തിനൊക്കെ നല്ലത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ചോയ്സാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പാല്, തണുത്ത പാലാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കോഫി ഒഴിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതിക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് വേണം. ഇതുപോലെ കുക്കിംഗ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക നിങ്ങൾ. 2 ടേബിൾ സ്പൂൺ നമുക്ക് വേണം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്തുക. പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് തേന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു 6-7 ഐസ് ക്യൂബ്സ് ഇടുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. ഇത് ചോക്ലേറ്റിൻ്റെയും കോഫീൻ്റെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കത്. അപ്പം അങ്ങനെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണിത്. നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമുക്കത് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ ഐസ്ക്രീമോ കുറച്ച് മേലിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഫ്രഷ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെക്കറേഷൻ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രാപ്പുച്ചിനോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും. എല്ലാവരുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.